നമസ്കാരം. നമസ്കാരം. മുടി കൊഴിച്ചിൽ, മുടി എന്നുള്ളത് മനുഷ്യൻ്റെ സൗന്ദര്യ സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. മുടി കൊഴിച്ചിലുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും വളരെയധികം അലട്ടുന്ന ഒരു പ്രശ്നവുമാണ്. മുടി കൊഴിച്ചിൽ എന്തൊക്കെയാണ് ഡോക്ടർ ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഇന്നത്തെ കാലത്ത് ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ടി വിയിലാണെങ്കിലും ന്യൂസ് പേപ്പറിലാണെങ്കിലും മുടി കൊഴിച്ചിൽ, അതിനുള്ള എണ്ണകൾ, വിവിധ തരത്തിലുള്ള ഷാംപൂസ്, അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ എല്ലാം നടക്കുന്നത്. അപ്പം മുടി കൊഴിച്ചിൽ എന്നുള്ളത് ആ ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ അതൊരു നോർമൽ ഫിനോമിനൻ ആണോ എന്നുള്ളത് എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു മുടി കൊഴിച്ചിൽ ഒരു അസുഖമാണോ അതോ ആദ്യം മനസ്സിലാക്കേണ്ടത് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ്, അതായത് നമ്മുടെ തലയോട്ടിയിൽ അറ്റ് എ ടൈം ഒരു സമയത്ത് തന്നെ ഒരു 1,00,000-ൽ പരം മുടികളുണ്ട്, മുടിനാരിഴകളുണ്ട്. അതിൽ 85% വളരുന്ന ഫേസിലാണ്, 15% കൊഴിയുന്ന ഫേസിലുമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ 15% മുടികൾ കൊഴിയാനുള്ള മുടികളാണ്. നമ്മുടെ സ്കിൻ പോകുന്ന പോലെ അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്ക് തൊലി ഉരിയുന്ന പോലെ തന്നെയാണ് മുടികൾക്കും അതിൻ്റേതായിട്ടുള്ള വളർച്ചാ രീതികളുണ്ട്, കൊഴിയുന്ന രീതികളുമുണ്ട്. അപ്പോൾ 10 തൊട്ട് 15% വരെയുള്ള മുടികൾ കൊഴിഞ്ഞു പോയാണ് പുതിയ മുടികൾ വരുന്നത്. അവ വളരുന്ന ഫേസിലേക്ക് കടക്കുകയും ചെയ്യുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ മുടിക്കും വളരാനുള്ള സമയമുണ്ട്. അതൊരു 0.3 മില്ലിമീറ്ററാണ് ഓരോ മുടിയുടെയും വളർച്ചാ നിരക്കുകൾ. ഒരാൾക്ക് എത്ര മുടി വളരും അല്ലെങ്കിൽ എത്ര നീളം വയ്ക്കും, ഉള്ളുള്ള മുടിയായിരിക്കോ ഉള്ളില്ലാത്ത മുടിയായിരിക്കോ എന്നുള്ളതെല്ലാം ജനിതകമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് അച്ഛൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നും ഉള്ളതിനെ ആസ്പദമാക്കിയാണ് ഒരാളുടെ മുടിക്ക് കട്ടി ഉണ്ടാവുമോ കട്ടി ഇല്ലാതാവുമോ എത്ര നീളം വയ്ക്കും എന്നുള്ളത് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം നോർമലി ഒരു ഏകദേശം നോർമൽ എന്ന് പറയുന്നത്, അതായത് സാധാരണ രീതിയിൽ ഒരു 50 തൊട്ട് 100 മുടികളാണ് നമ്മൾ പറയാറ്. ഒരു 50 തൊട്ട് 100 മുടികൾ വരെ ഒരു ദിവസം പൊഴിയുന്നത് നോർമലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും തോന്നുന്ന സംശയം, എങ്ങനെയാണ് ഈ 50 അല്ലെങ്കിൽ ഒരു 100 മുടി എന്ന് നമുക്ക് കണക്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ നീളമുള്ള മുടിയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് സ്ത്രീകളിൽ, അതായത് രാവിലെ എണീക്കുമ്പോൾ ബെഡിൽ തോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോർത്ത് ഉപയോഗിച്ച് ആ തോർത്തിൽ പറ്റിയിരിക്കുന്ന മുടികൾ ചീവി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു കണക്ക് പറയാൻ പറ്റും. പക്ഷേ ഷോർട്ട് ഹെയർസ്, അതായത് നീളം കുറവുള്ള മുടി, അതായത് കൂടുതലായിട്ട് പുരുഷന്മാർക്ക് അങ്ങനെ ഒരു 50 അല്ലെങ്കിൽ 100 എന്നുള്ളത് തിട്ടപ്പെടുത്താൻ പ്രയാസം വരും. നമ്മൾ യൂഷ്വലി പറയുന്നത് പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ, അതായത് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പോണിറ്റെയിൽ കെട്ടുന്ന ആളാണ്, അല്ലെങ്കിൽ പിന്നിടുമ്പോൾ അതിൻ്റെ കട്ടി കുറയുക, പോണിറ്റെയിലുള്ള ഉള്ളു കുറയുക, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ മുടി കൊഴിച്ചിൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ് എന്ന് തിരിച്ചറിയാനുള്ള സയൻസ്. അതായത് ഒരു ഡോക്ടറെ സമീപിക്കേണ്ട സമയമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതെ. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ എന്താണ് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ എന്താണ് മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്നറിയേണ്ടത്. സ്വാഭാവികമായിട്ടും വരുന്ന മുടി കൊഴിച്ചിലുണ്ട്, അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഗതിയിൽപ്പെടും. പിന്നെ ഉള്ളത് താരനാണ്. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് താരൻ കാരണം മുടി കൊഴിയുമോ, താരനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഒരു പനി വന്നതിന് ശേഷം പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാവാം. അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടുള്ള പനി കാരണം ഉണ്ടായിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ് മുടി കൊഴിച്ചിൽ വരുന്നത്. അത് ആ പനി മാറിക്കഴിഞ്ഞ് ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ ആ മുടി കൊഴിച്ചിൽ നോർമലായിട്ടും റീപ്ലേസ്ഡ് ആവും. അപ്പം അത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും, ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും അത് നോർമലായിട്ട് തിരിച്ചു വരികയും ചെയ്യും. പിന്നെ ഉള്ളത് സിവിയർ ആയിട്ടുള്ളൊരു സ്ട്രെസ്സ്, ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളിലോ, എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക, സർജറി കഴിയുക, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതേപോലെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. പിന്നെ സ്വാഭാവികമായും എല്ലാവർക്കും ഉള്ളതാണ് പോസ്റ്റ്മോർട്ടം മുടി കൊഴിച്ചിൽ, അതായത് പ്രസവാനന്തരം മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. ഇതെല്ലാം നോർമലായിട്ടും തിരിച്ചു വരുന്ന മുടികളും അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളും ആണ്. ഇതിൽ താരൻ എന്ന് പറയുമ്പോൾ ഡ്രൈനെസ് ആണോ അതോ താരൻ തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ ഒരു സ്കിൻ ഡോക്ടറിനാണ് എളുപ്പം സാധിക്കുക. അതായത് വളരെ ഡ്രൈ ആയിട്ടും വളരെ ചെറിയ രീതിയിലുള്ള വെള്ളപ്പൊടികളുമാണെങ്കിൽ അത് സ്കാൽപ്പ് വളരെയധികം ഡ്രൈ ആവുന്നതുകൊണ്ട് വരുന്നതാണ്. അത് ഒരു ആഡിക്വേറ്റ് ആയിട്ട്, അതായത് നോർമലായിട്ട് ഒരു എണ്ണമയം കൊടുത്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വ്യത്യാസം വരാം. താരനാണ് മുടി കൊഴിച്ചിലുണ്ടാവാം, താരൻ കാരണം. ആ താരൻ എന്ന് പറയുന്നത് വളരെ കട്ടിയായിട്ടും പ്രതലം പോലെ ഇളകി വരുന്നതും ഭയങ്കരമായിട്ട് എണ്ണമയം നിറഞ്ഞതുമായിട്ടുള്ള പൊറ്റ പോലെയുള്ളതിനാണ് നമ്മൾ താരൻ എന്ന് പറയുന്നത്. ആ എണ്ണമയം ചികിത്സിക്കാണ്ട് താരൻ ചികിത്സിക്കാൻ വേണ്ടി താരൻ ചികിത്സിക്കുകയാണെങ്കിൽ ആ മുടി കൊഴിച്ചിലിന് വ്യത്യാസം വരാം. അപ്പോൾ താരനാണോ അല്ലെങ്കിൽ ഡ്രൈനെസ് ആണോ എന്നറിയാൻ എന്തായാലും നിങ്ങളൊരു സ്കിൻ ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്.
രണ്ടാമത് നോർമലായിട്ട് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു പനി, സർജറി, പ്രഗ്നൻസിക്ക് ശേഷം ഇത് മൂലം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലുകൾ ഒരു 6 മാസത്തിനുള്ളിലാണ് നോർമലി തിരിച്ചു വരിക. 6 മാസം തൊട്ട് 1 വർഷമായിട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. പിന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവ്, അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇതുണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. അത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടും. അപ്പം മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് വെറുതെ സാധാരണമായിട്ടുള്ളൊരു മുടി കൊഴിച്ചിൽ എന്നുള്ളതിനേക്കാളും ഉപരി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിന് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമായി വരാം. അപ്പോൾ അതൊരു നമ്മൾ എപ്പോഴാണ് ഡോക്ടറിനെ സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു 150-ൽ കൂടുതൽ ദിവസവും മുടി പൊഴിയുകയാണ്, ഉള്ളു കുറയുന്നുണ്ട്, അതായത് തലയോട്ടി കാണുന്ന രീതിയിൽ മുടി കൊഴിച്ചിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നോർമലായിട്ട് ഒരു 6 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടും നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. ലിവറിലുള്ള പ്രശ്നങ്ങൾ, കിഡ്നിക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഇതെല്ലാം മുടി കൊഴിച്ചിലിന് കാരണമായേക്കാം. അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്ത് അസുഖത്തിൻ്റെയും ഒരു പ്രതിഫലനം മുടിയിൽ ഉണ്ടാവാം. അപ്പോൾ മുടി കൊഴിച്ചിലുമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിന് സാധാരണയായി എന്തെല്ലാം തരം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? ഇപ്പോൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ, മറ്റേത് തരത്തിലാണ്? അല്ലെങ്കിൽ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് തന്നെ ഏതെല്ലാം ടെസ്റ്റുകളാണ്? നമ്മൾ കാരണം എന്താണ്, മുടി കൊഴിയാനുള്ള കാരണങ്ങൾ എന്താണ് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാരണങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ഒന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം പ്രോപ്പറായിട്ട് ഹിസ്റ്ററി എടുക്കും. അതിൽ നിന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ, ഇപ്പോൾ കീമോതെറാപ്പി എടുത്തിട്ട് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവർക്ക് മുടി കൊഴിച്ചിൽ ആ ഗുളികകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാം, അതിൻ്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചിൽ വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ടാബ്ലറ്റുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഹിസ്റ്ററി നമ്മൾ ഏറ്റവും ആദ്യം നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുടെ മുടിയാണ് പരിശോധിക്കുക. ആ മുടിയിൽ താരൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഡ്രൈനസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വട്ടം മുടി കൊഴിച്ചിലുണ്ടോ. ഈ സാധാരണ രീതിയിൽ മുടി കൊഴിച്ചിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. 1 വർഷമായിട്ട് അവർക്ക് മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു 3-4 ഡോക്ടർമാരെ സമീപിച്ചതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എല്ലാ ടാബ്ലറ്റുകളും ഓയിൻമെൻറ്റുകളും എല്ലാം പുരട്ടുന്നുണ്ടെങ്കിലും അവർക്ക് മുടി തിരിച്ച് വളരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വട്ടത്തിലുള്ള പാടുകളായിരുന്നു കൂടുതലായിട്ടും. ചില ഏരിയാസിൽ വട്ടത്തിലുള്ള മുടി കൊഴിച്ചിൽ സംഭവിക്കാറുണ്ടോ? വരാറുണ്ട്, കുട്ടികളിലും കാണാറുണ്ട്, മുതിർന്നവരിലും കാണാറുണ്ട്. അപ്പം അത് സാധാരണ മുടി കൊഴിച്ചിൽ എന്നുള്ള രീതിയിലല്ല ചികിത്സിക്കേണ്ടത്. അത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അസുഖമാണ്, അത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രോഗ്നോസിസ്, അതിൻ്റെ ടൈപ്സ് അനുസരിച്ച് നമ്മുടെ ചികിത്സാ രീതികളും എല്ലാം മാറും. അപ്പോൾ എന്തായാലും ഒരു മുടി കൊഴിച്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കുക തന്നെ ആവശ്യമായി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് ഹീമോഗ്ലോബിൻ്റെ അളവ്, അല്ലെങ്കിൽ എന്തെങ്കിലും അനീമിയ ഉണ്ടോ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും. തൈറോയ്ഡ് ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളുണ്ടോ എന്നറിയാനായിട്ട് പിന്നെ സീറം, ഫെറിറ്റിൻ അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകളാണ് ചെയ്യാറ്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക്, ഇപ്പോൾ കിഡ്നിയുടെ അസുഖമോ അല്ലെങ്കിൽ ലിവറിൻ്റെ പ്രശ്നങ്ങളോ ഉള്ളവർക്ക് ആ ടെസ്റ്റുകളും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ താരൻ മുടി കൊഴിച്ചിലിന് ഒരു കാരണമാണ്. നമുക്ക് താരൻ കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമോ? എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് രീതികളാണ്? എല്ലാവർക്കും ഉള്ള സംശയമാണ്, താരൻ്റെ ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ട്, താരന് ഉപയോഗിക്കുന്ന ഷാമ്പു മേടിച്ച് ഉപയോഗിച്ചിട്ടും മാറുന്നില്ല. അപ്പം ആദ്യം മനസ്സിലാക്കാനുള്ളത് താരൻ എന്തുകൊണ്ടാണ് വരുന്നത് എന്നറിയാനാണ്. താരൻ വരുന്നത് നമ്മുടെ ആ തലയോട്ടിയുടെ എണ്ണമയം കാരണമാണ്. എണ്ണമയം കൂടുതലായിട്ട് വരുമ്പോൾ ഫംഗസ് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഫംഗസ് ഇൻഫെക്ഷനാണ് ഈ താരൻ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് തലയിൽ മാത്രമല്ല, പുരുകത്തിൽ, ചെവിയുടെ ബാക്കിൽ, കക്ഷത്ത്, ബ്രസ്റ്റിൽ എല്ലായിടത്തും ഇതേപോലെ പ്രതലം പോലെ പൊളിഞ്ഞു വരാം. അതിനെയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഒരാളുടെ ഈ സ്കാൽപ്പിൻ്റെ, അതായത് തലയോട്ടിയുടെ എണ്ണമയം കാരണമാണ് അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം നമ്മളൊരു ആൻറ്റി ഫംഗൽ ഷാമ്പൂ കൊടുക്കുമ്പോൾ അതിൻ്റെ എണ്ണമയം കുറയുകയും ഉള്ള ആ ഫംഗസിനെ റിമൂവ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ ജന്മന അല്ലെങ്കിൽ ജനിതകമായി നമുക്ക് കിട്ടിയിട്ടുള്ള ആ എണ്ണമയം അതുകൊണ്ട് കുറയുന്നില്ല. അത് കറക്റ്റഡ് ആവുകയാണെങ്കിൽ താരൻ കംപ്ലീറ്റ് ആയിട്ടും മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ നമ്മൾ മെയിൻ്റനൻസ് ആയിട്ട് ആൻറ്റി ഫംഗൽ ഷാംപൂസും അതിനനുസരിച്ച് അതിന് ഫലപ്രദമായിട്ടുള്ള ഗുളികകളും ഉണ്ട്. അതനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ആ ഒരു രീതിയിലോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഡോക്ടർ, ഈ മുടി കൊഴിച്ചിൽ ഫലപ്രദമായി തടയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് എണ്ണകളുടെയും ലോഷൻസിൻ്റെയും എല്ലാം പരസ്യങ്ങൾ കാണാറുണ്ട്. ഒരുപാട് ആളുകൾ അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാകാം. അതിൻ്റെയൊക്കെ